ഇല്ല ചെറിയ താമസമൊക്കെ അടുത്താണോ? അവിടെ അടുത്ത് അതിനവിടെ വിളിക്കാത്തത് അവിടെ സൗകര്യം കുറവായിരുന്നു. നീ പറയട്ടെ, നീ കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്തായാലും സംസാരിക്കണം, നീ ഫോണിൽ സംസാരിച്ചത് അല്ല, നേരിട്ട് കണ്ട് സംസാരിക്കാം. എനിക്കിവിടെ നല്ല ജോലിയുണ്ട്, ഞാൻ വെൽ സെറ്റിൽഡാണ്. പിന്നെ നിനക്ക് എൻ്റെ നാട്ടിൽ കൊണ്ടുവരാനാണ് പ്ലാൻ. കേട്ടോ, നാട്ടിൽ കൊണ്ടുവരാനാണ് പ്ലാനെങ്കിൽ അതാണ്. നാട്ടിൽ വരാത്ത കാര്യം എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്. പക്ഷെ വേറൊരു കാര്യം കേൾക്കണം, എനിക്കിത് അറിയാവോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അടുത്ത ആഴ്ച അമ്മ മരിച്ചിട്ട് 1 വർഷമാവുക. മരിപ്പിനാണെങ്കിൽ നീ വന്നിട്ട് നോക്കി ആരോടും ഒന്നും പറയാതെ പോയി. ഞാൻ എല്ലാവരോടും ഓടി നടന്നു എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. ഇതിനെങ്കിലും നീ വരണം. നിനക്കറിയാമോ നീ ഏത് കാര്യങ്ങളൊക്കെ വെള്ളം അടിച്ച് നമ്മളോട് അമ്മയോടൊക്കെ കാണിച്ചു കൂട്ടിയ ക്രൂരതയൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. നമ്മുടെയൊക്കെ ജീവൻ തന്നെ ഇല്ലാണ്ടാക്കി തന്നെയാണ്. ശരിയാണ്, പക്ഷെ ഇപ്പൊ അയാൾ പഴയതൊന്നും അല്ല, അത് മാറി. എന്ത് മാറി? അയാൾ എന്ത് മാറി? ആയ കാലത്ത് അയാൾ അമ്മയെ നോക്കിയിട്ടില്ല. ഇനി മാറിയിട്ട് എന്താ കാര്യം? അച്ഛൻ്റെ കൺമുമ്പിലാണ് അമ്മ മരിച്ചത്. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ ആകെ തകർന്നു. ഉള്ളിൽ കുറ്റബോധവും വിഷമവും എല്ലാം ഉണ്ടാ മനുഷ്യന്. മനുഷ്യനിപ്പോ ഒന്നിനും വയ്യ, പഴയതുപോലെ അല്ല. ഞാനും എൻ്റെ അച്ഛനും മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പണ്ട് നീ ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് എൻ്റെ ചേട്ടനും ഇല്ല, എൻ്റെ അമ്മയും ഇല്ല. എത്രന്ന് വെച്ചാ ആ മനുഷ്യനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അയാളെ വിട്ടേക്ക്, അച്ഛനെ മറന്നേക്ക്, അമ്മേനെ ഓർത്തെങ്കിലും ഒന്ന് വരണം അവസാനമായിട്ട്. ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാകും. വന്നോടെ ഞാൻ വരാം, പക്ഷെ ഞാൻ അതുവരെ നിൽക്കത്തില്ല. ഞാൻ പെട്ടെന്ന്